ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്നിവിടെ നടന്നു വന്നപ്പോഴാണ് രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നത് കാണുന്നത്. അവരുടെ ഒപ്പീനിയൻ സോഷ്യൽ എക്സ്പീരിയൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയേക്കുവാണ്. അവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ബ്രോ, ഈ 90s ലവും ഇപ്പോൾ ഈ 2Ks ലവും തമ്മിലുള്ള എന്താണ് ബ്രോക്ക് തോന്നിയിരിക്കുന്നത്? നല്ലതാണോ ചീത്തയാണോ? 90s ലവ് എന്ന് പറയുമ്പോ പ്യുവർ ലവ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഏതാണ്? പ്യുവർ ലവ് എപ്പോഴും 90s ലവ് ആയിരിക്കും. അതെന്താണ് ബ്രോ പറയാൻ കാരണം? പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കോള് ചെയ്യാനായാലും കുറെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ചെറിയ കീപാഡ് ഫോണിലായിരിക്കും കോൾ ചെയ്യണത്, ടെക്സ്റ്റ് മെസ്സേജ് അയക്കണത്. പിന്നെ പണ്ട് വാട്സപ്പ് ഒന്നും ഉണ്ടാവൂല, സ്വന്തമായിട്ട് ഫോൺ ഉണ്ടാവൂല, അമ്മയുടെ അച്ഛന്റെ ഫോണായിരിക്കും. അതെന്ന് പറയുമ്പോ ആ സമയത്ത് അവർ അത്ര റിസ്ക് എടുത്താണ് അത്രയും ഇതായി വെച്ചത്. കാരണം അച്ഛന്റെ ഫോണിൽ നിന്ന് കോൾ ചെയ്യുന്ന പറഞ്ഞാൽ അത്ര റിസ്ക് ആണ്. അതിൽ നിന്ന് ടെക്സ്റ്റ് ഇപ്പൊ റിസ്ക് ഇല്ല, റിസ്ക് ഇല്ല. ഇപ്പൊ പഴയ പോലെ റിസ്ക് ഇല്ല. ഇപ്പൊ പഴയ പോലെ റിസ്ക് ഇല്ല. പണ്ടുള്ള അച്ഛനമ്മ കാര്യം അറിയാത്തവന്മാര് എപ്പോഴും പറയുന്ന കോൺസ്പിറസി തിയറി. ഒരു മിനിറ്റ്, ഞാനിപ്പോ ഇവിടെ ഇറങ്ങിയിട്ട് എനിക്കിപ്പോ ആകെ ഒരു സംഘർഷ സംഭവമാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചേക്കുന്നത്. നിങ്ങൾ ആരും വഴക്കുണ്ടാക്കല്ലേ, ഇതൊരു സോഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഇറങ്ങിയേക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് ഞാനിപ്പോ ഇറങ്ങിയേക്കുന്നത്. ഓക്കെ, സുഹൃത്തിന്റെ ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളം ഇല്ലേ? വേണ്ട ചേട്ടാ, ഇവർക്ക് ഭാഗ്യമില്ലാത്തവരാ, അതുകൊണ്ട് അടിക്കില്ല. തിരിച്ച് നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇനി സുഹൃത്തിന്റെ അഭിപ്രായം എങ്ങനെയാണ്? 2K ലവ് ആണോ അല്ലെങ്കിൽ 90s ലവ് ആണോ കുറച്ചുകൂടി പ്യൂർ ആയിട്ടുള്ളത്? എന്താണ് സുഹൃത്തിന്റെ അഭിപ്രായം? കാലങ്ങളല്ല പ്രണയം, അത് ഓരോരുത്തരുടെ സ്നേഹ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? എന്റെ ജീവിതത്തിൽ എനിക്ക് ഇതേപോലത്തെ ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോ ഇവിടെ ശരിക്കും അല്ല നിൽക്കുന്നത്, ഞാൻ വേറെ ഏതോ ലോകത്തേക്ക് പോയി ഈ സുഹൃത്തിന്റെ ഈ ഒരു അഭിപ്രായം കേട്ടിട്ട്. ഞാൻ ശരിക്കും നെട്ടിപ്പോയി. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ വചനങ്ങൾ പറയുന്ന ഒരു സുഹൃത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. പക്ഷെ അതെനിക്ക് ശരിക്കും എന്റെ ഉള്ളിൽ കൊണ്ട്, എന്റെ ഹൃദയത്തിൽ അത് ടച്ച് ചെയ്തു. ഞാൻ ശരിക്കും അത് ഫീലിങ്സ് ആയി. നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഇവിടെ ഒരു ബ്രോ നിപ്പുണ്ട്, നമുക്കൊന്ന് ചോദിച്ചറിയാം എന്താണെന്ന്. ബ്രോയുടെ പേരെന്തായിരുന്നു? ചന്ദ്രു. ഇപ്പൊ ഈ കാലഘട്ടത്തില് 90s ലവ് ആണോ 2K ലവ് ആണോ നല്ലതല്ല പ്യൂർ ആയിട്ടുള്ളത്? 90s ലവ് ആണ് ഭയങ്കര പ്യൂറസ്റ്റ് ലവ് ആണ്. 90s ലവ് ആണ്. താങ്കളുടെ ബ്രോക്ക് ചിക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാ സ്റ്റിൽ സിംഗിൾ ആണ്? ഇല്ല, സ്റ്റിൽ സിംഗിൾ ആണ് ഞാൻ. അൺബിലീവബിൾ. എങ്ങനെ പെണ്ണ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഞാൻ വിട പറയുന്നു. ഓക്കെ ബ്രോ, ശരി, കാണാട്ടോ. ഇന്നത്തെ വല്ലാത്തൊരു അനുഭവമായിരുന്നു ഗൈസ്, ഞാൻ ആകെ പെട്ടുപോയി. അപ്പൊ ഓക്കെ, എന്നാ ബൈ ഗൈസ്, ടാറ്റ.